ഇപ്പോൾ ഇട്ടിട്ടുള്ള പ്രൈമിലേക്ക് പ്ലാറ്റ്ഫോം കൂടി വരുന്നതോടുകൂടി വാഹനങ്ങൾ കടക്കാനാവും. ഉച്ചയ്ക്ക് മുമ്പ് ആ പ്രവർത്തനം പൂർത്തീകരിക്കാം എന്ന് നമ്മൾ കരുതുകയാണ്. അപ്പോൾ നമുക്ക് ഇനി നഷ്ടപ്പെട്ട ആളുകളുടെ ബന്ധുക്കളായ ആളുകൾ ഉൾപ്പെടെ കൊണ്ടുപോയി സ്പോട്ടുകൾ കൂടി പ്രത്യേകമായിട്ട് അടയാളപ്പെടുത്താൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. രക്ഷാപ്രവർത്തന ദിവസത്തിൽ ഓരോ ദിവസത്തിനും പ്രാധാന്യമുണ്ട്. പക്ഷെ ഇന്നാണ് നമുക്ക് യന്ത്രവൽകൃത സഹായത്തോടു കൂടി രക്ഷാപ്രവർത്തനം ആരംഭിക്കാം. അതൊരു പ്രധാനപ്പെട്ട പോയിന്റാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് 100-ലേറെ ആംബുലൻസുകൾ നമ്മൾ ക്യൂ ആയി ക്രമീകരിച്ചിട്ടുണ്ട്. മാതൃഭൂമി വാർത്ത കണ്ടിരിക്കുന്ന ആളുകളുണ്ടാകും. ദയവായിട്ടുള്ളൊരു അഭ്യർത്ഥന, ആളുകൾ വരുന്നതും സഹായിക്കുന്നതും വളരെ 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 പ്രധാനപ്പെട്ടതാണ്. പക്ഷേ ഇപ്പോൾ വാഹനങ്ങളുമായി ദയവായി ചൂരൽമല പോയിന്റിലേക്ക് ആളുകൾ വരരുത്. ഫുഡ് കൊണ്ടുവരുന്ന ആളുകൾ കൺട്രോൾ പോയിന്റിൽ, കളക്ഷൻ പോയിന്റിൽ അത് കൊടുത്തൊഴിവാക്കി പോയാൽ നമുക്ക് ഈ ബെയിലിയിലേക്കുള്ള വാഹനങ്ങൾ കൊണ്ടുവരുന്നതും അതുപോലെ തന്നെ നമുക്ക് ഭക്ഷണം കൊണ്ടുവരുന്നതൊക്കെ ആയിട്ടുള്ള സെൻട്രൽ ക്ലിയറൻസ് പോയിന്റുമായിട്ട് നമുക്ക് പോകാൻ കഴിയും. ഇന്നിപ്പോൾ ക്യാമറ ഒന്നും കൂടി തിരിച്ചാൽ കട്ടിംഗ് മെഷീനുകൾ കാണാൻ പറ്റും. കട്ടിംഗ് മെഷീനുകൾ ഇപ്പോൾ ഈ ക്യൂവിൽ കാണുന്ന കട്ടിംഗ് മെഷീനുകൾ, ഇതാണ് ഇന്നത്തെ വേറെ ഒരു പോയിന്റ്. നമ്മൾ ഇപ്പോൾ ഹിറ്റാച്ചി JCB പോയ എല്ലാ പോയിന്റിലേക്കും 2-3 ഇലക്ട്രിക്കൽ കട്ടിംഗ് മെഷീനുകൾ കൂടി പ്രത്യേകമായിട്ട് കൊണ്ടുപോവാണ്. എന്നാൽ മാത്രമേ ഹിറ്റാച്ചി ഒന്ന് മാന്തി അവിടെ നിൽക്കുകയാണ്. അപ്പോൾ അത് കട്ട് ചെയ്ത് അകത്തേക്ക് പോകണം. അപ്പോൾ ആ വിധത്തിൽ ഒരു വളരെ ക്ലീനായിട്ടുള്ള ഓരോ സ്ക്വാഡ്, അതിൽ പോകേണ്ട ഫോഴ്സിനകത്തുണ്ടാകേണ്ട ഉപകരണങ്ങൾ ഉപയോഗിക്കേണ്ട ആളുകൾ, അവിടെ നിന്ന് പുറത്തേക്ക് കിട്ടേണ്ട ഇൻഫോർമേഷൻ, അവർക്കുള്ള ഭക്ഷണം, ഇങ്ങനെ ക്രമീകരിച്ചിട്ടുണ്ട് നമ്മുടെ രക്ഷാപ്രവർത്തനം. അതായത് അതിന്റെ ഫുൾ സ്വിംഗിലാണ് മുണ്ടക്കൈ മിഷൻ. അതിന്റെ ഫുൾ സ്വിംഗിലേക്ക് കിടക്കാം. മുണ്ടക്കൈ മിഷൻ അതിന്റെ ഏറ്റവും ഫുൾ സ്വിംഗിലേക്ക് കിടക്കുന്ന ദിവസമാണ്. അതെ, അതായത് ഇന്നലെയൊക്കെ ഉണ്ടായിരുന്ന കുറെ അധികം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതെല്ലാം പരിഹരിക്കപ്പെട്ടു. കേരളം, എനിക്ക് തോന്നുന്നു കേരളം ഒറ്റക്കെട്ടായി ഇന്ന് എത്രയോ സ്ഥലത്ത് നിന്ന് ഗ്യാസ് കട്ടർ അടക്കമുള്ള സാധനങ്ങളുമായി വരുന്ന ആളുകളുണ്ട്. ഏതാണ്ട് നമ്മൾ ഈ ഒരു മിഷന്റെ ഏറ്റവും സുപ്രധാനമായ ഘട്ടം ഇന്ന് പിന്നിടുകയാണല്ലേ? അതെ. ഇപ്പോൾ നോക്കൂ, ക്യാമറ അങ്ങോട്ട് തിരിച്ചാൽ ബെയിലി പാലത്തിന്റെ ആദ്യത്തെ പോയിന്റ് പൂർണ്ണമായിട്ട് ഉറപ്പിക്കുന്ന ഒരു സാധ്യത നമുക്ക് കാണാനാകും. ഈ ബെയിലി പാലം നിർമ്മാണത്തിൽ നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന ഒരു പ്രശ്നം, ഇപ്പം ഇവിടെ കാണുന്നൊരു പില്ലർ ഉണ്ടല്ലോ, ഈ പില്ലർ ഇല്ലാത്തത് കൊണ്ട് 85 ഫീറ്റ് മാത്രമേ ഇവർക്ക് നിർമ്മിക്കാൻ പറ്റൂ ഒറ്റ പോയിന്റിൽ എന്നുള്ളതായിരുന്നു പ്രശ്നം. അവർ വന്ന് സയന്റിഫിക് ടീം കണ്ടെത്തിയതിനനുസരിച്ച് ഒരു പില്ലർ കൂടി അഡീഷണൽ ആയിട്ട് ഇവിടെ നിർമ്മിച്ചതുകൊണ്ടാണ് ഇത്ര പൂർണ്ണമായിട്ടുള്ള സാധ്യത നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയത്. അവിടെ ഇരിക്കുന്ന കല്ലൊക്കെ ഉറച്ചിരിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ പാലം തയ്യാറാക്കിയിട്ടുള്ളത്. ആർമി ഒരു കാര്യം കൂടി നമുക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്, ഇനിയൊരു സ്ഥിരം പാലം ഉണ്ടാകുന്നവരെ ബെയിലി പാലം അവരിവിടെ കണ്ടിന്യൂ ചെയ്യാനുള്ള സൗകര്യം. എന്തായാലും താങ്ക് യു. മൂത്തി, ഇപ്പോൾ മന്ത്രി പറഞ്ഞത് തന്നെ കേട്ട് കാണും. നമ്മളിപ്പോൾ തത്സമയം ദൃശ്യങ്ങളും കണ്ടതാണ്. അതായത് ഈ ബെയിലി പാലം പൂർത്തീകരിക്കാൻ നിൽക്കാതെ തന്നെ ഹിറ്റാച്ചികളും അതുപോലെ തന്നെ JCBകളും അപ്പുറത്ത് കടന്നു, ഈ പുഴ മുറിച്ച് കടന്നു. അതിന് തത്സമയ ദൃശ്യങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതിനോടകം തന്നെ 15 ഹിറ്റാച്ചുകൾ അവിടെ എത്തിക്കഴിഞ്ഞു. ഈ പുഴ മുറിച്ച് കടന്ന് ഹിറ്റാച്ചുകൾ ആ അപ്പുറം സൈഡ് വഴി കയറി മുകളിൽ മുണ്ടക്കൈയിലേക്ക് എത്തുകയാണ്. പൂർണ്ണമായും യന്ത്രവൽകൃതമായ സംവിധാനങ്ങളോട് കൂടിയാണ് ഇന്ന് തെരച്ചിൽ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇന്നലെ ഒരുപാട് വൈതരണികൾ ഉണ്ടായിരുന്നു, ഇന്നലെ ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് ഫുൾ സ്വിംഗിലാണ്. ഇന്ന് പൂർണ്ണമായ നിലയിൽ രക്ഷാപ്രവർത്തനം നടത്താൻ നമുക്ക് കഴിയുന്നുണ്ട്. റവന്യൂ മന്ത്രി K. രാജൻ നേരിട്ട് മേൽനോട്ടം വഹിക്കുകയാണ്. അപ്പോൾ ഇന്ന് ബെയിലി പാലം പൂർണ്ണമാവുന്നു. നല്ല ഒരു നടപ്പാലം ഇവിടെ ഉണ്ടാകുന്നു. പുഴ മുറിച്ചു കടന്ന് ഹിറ്റാച്ചികളും മറ്റ് യന്ത്രങ്ങളും അപ്പുറത്തേക്ക് എത്തുന്നു.